എനിക്ക് എന്റെ മനുഷ്യനെ ഇഷ്ടം. എനിക്കുണ്ടല്ലോ ഇഷ്ടമുണ്ട്. മനസ്സജനും കുട്ടിമണിയും അടുത്തിടപഴകുന്ന കാഴ്ച മതികലയ്ക്ക് സഹിക്കാനാവുന്നില്ല. അവള് നിന്റെ ചിതയിൽ ചാടി ചത്തോളൂടാ, അല്ലെങ്കിൽ ഞാൻ കൊന്നോളാം. കുട്ടിമണിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മതികലയെ സീത തടയാൻ ശ്രമിക്കുന്നു. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? എന്റെ കൊച്ചിനെ നീ തല്ലിയോടി? ആണില്ലാത്ത തള്ളേ, മകളുടെ കൊള്ളരുതമ്മയ്ക്ക് ചൂട്ട് പിടിക്കുന്ന നിങ്ങളെ ആദ്യം കൊല്ലണ്ടേ. തുടർന്ന് കാണുക. ഓവർ കോൺഫിഡൻസ് മസ്റ്റ് ബി പണിഷബിൾ. സീതയെടുത്തി, അമിത വിശ്വാസം ആപത്താണെന്ന്. നിങ്ങൾ ജീവനോടെ ഇരുന്നാലല്ലേ എല്ലാം വിളിച്ചു പറയൂ. ഇവിടം കൊണ്ട് തീരുവ നിങ്ങളുടെ കഥ. മതി മതി, എന്തായി ചെയ്തത്? ചുമ്മാ ഒരു സഡൻ ഡെത്ത്. ജീവൻ 1% മാത്രം, ബാക്കി അതിപ്പോ തീരും. അയ്യോ മതി, നീ എന്തായി പറയുന്നേ? എന്ത് ചെയ്യണം ഇവരെ? ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് എരിച്ചു കളയട്ടെ? പൊട്ടി അതിന്റെ അകത്തിടാം. പൊട്ടി തന്നെത്താൻ കാപ്പി ഉണ്ടാക്കി, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, സീതാ ബാലചന്ദ്രൻ അതിൽ പെട്ടു. പോരെ കഥയുടെ ഫ്രെയിം? ഇങ്ങനൊക്കെ ചെയ്യുന്നതല്ലേടാ ഒരു ത്രില്ല്, ഒരു കിക്ക്. മോളെ, അത് വേണ്ട. വലിയ അന്വേഷണം വരും. ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാ മതി. അവൾ അവളുടെ ആദ്യത്തെ ഭർത്താവിനോട് പോയതാണെന്ന് എല്ലാവരും കരുതിക്കോളും. അത് മതി, അത് മതിയടാ. നീ ഇവരെ എവിടേക്കെന്ന് വെച്ചാ കൊണ്ടുപോകും? കടലോ കായലോ റെയിൽവേ ട്രാക്കോ, അത് നിന്റെ ചോയ്സ്. പറഞ്ഞതനുസരിക്കടാ. നിന്റെ പൊട്ടിയെ നീ കൊഞ്ചിച്ചതിന് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയത്. അനുസരിച്ചില്ലെങ്കിൽ എങ്കിൽ പോടാ, പോയി വണ്ടി എടുത്തോണ്ട് വാ. ആ തള്ളമാര് രണ്ടും ഇപ്പൊ വരും. ചെല്ല് വേഗം. സിജ, ഒന്ന് വേഗം വാ. നിന്നോടൊരു1000 തവണ ഞാൻ പറഞ്ഞതല്ലേടി എനിക്കെതിരെ വരരുതെന്ന്. ഒടുക്കം ക്ലീൻ ബൗൾഡ്. തൂക്കിയെടുക്കടാ. എവിടേക്കാ ഇവളെ കൊണ്ടുപോകുന്നത്? അതൊക്കെ അവൻ കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ. അവനിത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ ഈ പണി ചെയ്യുന്നത്, അല്ലേടാ? ഞാൻ പറഞ്ഞതുപോലെ വണ്ണം തെറ്റാതെ കാര്യങ്ങൾ ചെയ്തോണം. എടുക്കടാ അവളെ, എടുക്കടാ.
തെളിവിന്റെ ഒരു ചോരപ്പാട് പോലും ഇനി അവശേഷിപ്പിക്കരുത്. കൊണ്ടുപോ. പണ്ടേ പറഞ്ഞതാ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചെമ്മീൻ റോസ്റ്റ്. എന്തായി? എവിടെ കൊണ്ട് കളഞ്ഞു അവളെ? അത് ഞാനൊരിടത്ത് ആർക്കും സംശയം വരാത്ത രീതിയിൽ. ചത്തെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതൊന്നും ഞാൻ നോക്കിയില്ല. നോക്കാനുള്ള ധൈര്യം വന്നില്ല എനിക്ക്. എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ നീ കൊണ്ട് കളഞ്ഞെടുത്ത് കിടന്ന് അവൾ ചാവട്ടെ. ആരും അറിയരുതൊന്നും. സീത എവിടെയെന്ന ചോദ്യത്തിന് പറയാൻ കൃത്യമായ ഒരു മറുപടി കണ്ടുവച്ചോണം നീ. എന്താ നിനക്ക് പറ്റില്ലേ? കള്ളം പറയാനും തപ്പിത്തടയാനും തടിതപ്പി നിൽക്കാനും ഒക്കെ മിടുക്കനല്ലേ നീ? എന്നാലും ഇത് കുറെ ക്രൂരമായിപ്പോയി. കരുതിക്കുട്ടി ചെയ്തതൊന്നും അല്ലല്ലോ, അവൾ വന്നു കയറി വാങ്ങിച്ചതല്ലേ. തൽക്കാലം നീ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നടന്നത് നടന്നു. ഇനി അത് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ നോക്ക്. അതോ നീ മാനസാന്തരം വന്ന് കുമ്പസാരിച്ച് മഹാനാവാൻ നോക്കുവോ? ഇല്ല ഇല്ല. അങ്ങനെ വന്നാൽ കഥയും കളിയും അങ്ങും മാറും. ബാലന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ നീ അവരെ ഉപദ്രവിച്ചു എന്നാവും കഥ. അതിനിടയിൽ അവർ ചത്തു, ബോഡി നീ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അതാവും കഥ. ദൈവദോഷം പറയരുത് കേട്ടോ. പറയുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യും ഈ ജലജ. അറിയാലോ? കലമോളെ ഞാൻ മാണിക്യമംഗലത്ത് കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാ. കുറച്ചു ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. കലമോളെ കണ്ടാലേ നിന്റെ പൊട്ടി ചിലപ്പോ അറിയാതെ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞാലോ? അങ്ങനെ വരാതെ നോക്കേണ്ടത് നിന്റെ മാത്രം ബാധ്യതയാണ്. നീ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്. വല്ല മധുര പലഹാരങ്ങളോ പഴങ്ങളോ ബിരിയാണിയോ എന്തു കുന്തമെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ആ പെണ്ണിനെ കയ്യിലെടുക്ക. കലമോളും ഞാനും വയലോരം വീട്ടിലേക്ക് വന്നതായിട്ട് അവൾ ആരോടും പറയരുത്. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. ഇല്ലെങ്കിൽ തൂങ്ങുന്നത് നീ മാത്രമായിരിക്കും. ചെല്ലേ. നിന്നെ പോലീസ് പിടിച്ചാൽ നിനക്ക് പ്രിയപ്പെട്ട ഒരു ജീവനില്ലേ തമിഴ്നാട്ടില്, അതും കൂടി അങ്ങ് പോവും. അതുകൊണ്ട് നീ വേണം എല്ലാം മറച്ചു വെക്കാനും മൂടി വെക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും. കേട്ടല്ലോ? ചെല്ലേ.
കുട്ടു പേടിക്കണ്ട, ഞാനാ. അയ്യോ എന്റെ അമ്മ മനസ്സിലായിരുന്നോ? അതെ മനുഷ്യ, ഈ കൊച്ചും വലിയച്ഛനും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ? അല്ല, അവര് തമ്മിൽ വഴക്കല്ലായിരുന്നു കുട്ടുമണി, തമാശയല്ലായിരുന്നോ? ആണോ? പക്ഷേ കൊച്ചും അമ്മയൊക്കെ എന്നോട് വഴക്കിട്ടല്ലോ. അയ്യോ കുട്ടുമണി, അത് തമാശയായിരുന്നു. ആയിരുന്നോ? പക്ഷെ ഞാനാണെങ്കിൽ അങ്ങ് പേടിച്ചു പോയി. കൊച്ചച്ഛൻ്റെ അമ്മ എന്നെ തമാശക്ക് തല്ലിയതാണല്ലോ, എനിക്ക് ഒത്തിരി നൊന്തായിരുന്നു. ഒത്തിരി. കുട്ടു, ഇവിടെ നടന്ന തമാശ കളിയൊന്നും ആരോടും പറയരുത് കേട്ടോ. അതെന്നാ മനുഷ്യ? അത് പിന്നെ കുട്ടു ഇവിടെ ആരോടെങ്കിലും അത് പറഞ്ഞ കൊച്ചേച്ചിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല. ചിലപ്പോ അന്ന് വന്ന പോലീസ് ആംഗളയോട് പറയും, അയാൾ ഇങ്ങോട്ട് വന്നാലോ. വരത്തില്ല. കുട്ടു ഒന്നും മിണ്ടാതിരുന്നാ മതി. കൊച്ചേച്ചിയും കൊച്ചേച്ചിയുടെ അമ്മയും വന്നതൊന്നും കുട്ടു കണ്ടിട്ടേയില്ല. അല്ല വലിയ ചിന്തി മനുഷ്യ. വലിയ ചിന്തിയെ മനുഷ്യ, വലിയ ചിന്തിയെ കുട്ടു, വല്യേച്ചി അന്നേരം തന്നെ തിരിച്ച് കടയിൽ പോയല്ലോ. അതൊക്കെ വിട്. മനുഷ്യ കുട്ടു വാ, ഒരു കാര്യം കാണിക്കാം. വാ വാ. സൂത്രാണോ? ഇതല്ല എനിക്കാണോ മനുഷ്യ? കുട്ടുന ഇതല്ല, ഇത് മൊത്തം മുഴുവനും. എനിക്ക് വയ്യ, എനിക്ക് ഇതിനകത്തങ്ങ് ഊരില്ലാന്ന് തോന്നുവാ. ആറ് മേടിച്ചോ മനുഷ്യ? അതെ, ഇതൊക്കെ കൊച്ചേച്ചിയാ മേടിച്ചു തന്നത്. കുട്ടു ആരോടൊന്നും പറയാതിരുന്നല്ലേ ഇനി ഒത്തിരി വാങ്ങിച്ചു തരും. ഞാൻ ഇതൊന്നും ആരോടും പറയത്തില്ല കേട്ടോ. വഴക്കുണ്ടായതും എന്നെ തമാശ തള്ളിയതും ഒന്നും ആരോടും ഞാൻ പറയത്തില്ല. മനുഷ്യനും പറയല്ലേ. നമുക്കേ അല്ല എനിച്ചേ ഇതെല്ലാം തിന്നാവേ. മനുഷ്യനാണോ? കേട്ടാവേ. ഡാണ്ടേ, ഇത് മനുഷ്യജനം മുറിച്ചിട്ടിരുന്നു കേട്ടാ. അയ്യോ ഞാനിപ്പില്ലേ കുറച്ച് എന്താ സിജ? എന്താ മുഖമല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ പെണ്ണ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കാണും. ഈ മനുഷ്യണ്ടല്ലോ എനിക്ക് ഒത്തിരി സാധനം വാങ്ങിച്ചു. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ഒത്തിരി സാധനം. പെണ്ണിടയ്ക്ക് സാരി വലിച്ചെടുത്തു കൊടുത്തോ? നിങ്ങൾ പുറത്തു പോയോ സിജ? പുറത്ത് പോയില്ല. ഞാൻ വന്നപ്പോ കൊണ്ടുവന്ന അമ്മേ, വണ്ടിയില് ഇരിപ്പുണ്ടായിരുന്നു. ഓ, അവിടെ ചെന്നപ്പോ വൈദ്യുതി എങ്ങാണ്ടോ പോയിരിക്കുന്നു. ചെന്നതല്ലേ, കാണാതെ തിരിച്ചു വരാൻ പറ്റുമോ? അതാ അവിടെ അങ്ങ് നിന്നത്. നിന്ന് കാലിന്റെ കണ്ണ് ഇളകിയെന്ന് പറഞ്ഞാ മതിയല്ലോ.
എന്റെ പരുത്തിക്കാവിലമ്മേ നിന്ന് നിന്ന് മടുത്തു. അയ്യോ. ആ കേട്ടോ സീതമോളെ, ആ നെല്ലിക്കലെ എബ്രഹാം സാറിന് കുറച്ച് പലചരക്ക് സാധനം വേണമെന്ന് വൈദ്യശാല വെച്ച് കണ്ടപ്പോ പറഞ്ഞതാ. നാളെ കടയിലേക്ക് പോകും വഴിക്ക് ബാലിനോടൊന്ന് പറയണേ അവിടുന്ന് കേറാൻ. അവിടെ സാറും ഭാര്യയും മാത്രമേ ഉള്ളൂ. കടയിൽ വരാനും സാധനം വാങ്ങിക്കാനൊന്നും ആരുമില്ല. ആ അങ്ങേരുടെ മക്കളൊക്കെ അങ്ങ് പേർഷ്യയിലല്ലയോ? അല്ലെങ്കിൽ തന്നെ വയസ്സിൽ എന്നാ പിന്നെ ഏത് മക്കൾക്കാ തള്ളയും തന്തയും വേണ്ടിയത്? ഉച്ച ഉറച്ചാ പിന്നെ ആദ്യത്തെ അധികപ്പറ്റി ജനിപ്പിച്ച തന്തയും തള്ളയുമാ. അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന തിരിച്ചറിവ് മക്കൾക്ക് വരുമ്പോഴേക്കും അവരവരുടെ മക്കൾ ഉപേക്ഷിക്കും. അതാ ഒടയതമ്പുരാന്റെ കളി. അല്ല പിന്നെ കൊടുത്താ കൊല്ലത്ത് മാത്രമല്ല എല്ലായിടത്തും കിട്ടും തട്ട്. സീതേ മോളെ, ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. സീതേ, ഇവളിതെവിടെ പോയി? സിജ, സിജ, സീത വന്നില്ലേ മോനെ? സീതടുത്തി വന്നിട്ട് വന്നായിരുന്നമ്മേ. വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. പോയിന്നോ? എവിടേക്ക്? അത് കടയിലേക്കെന്നാ പറഞ്ഞത്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പെട്ടെന്നങ്ങ് പോയി. ആണോ? വന്നിട്ടൊക്കെ പോയി. ചേടാ, അതെന്തൊരു അത്യാവശ്യം? അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? എന്റെ ശാരദ, നീ അതും ഇതും ചിന്തിച്ച് നിൽക്കാതെ വന്ന് ഇത്തിരി കട്ടനിട്ട്. എനിക്ക് തലവേദന എടുക്കുന്നത്. അപ്പൊ ചെമ്മ തലേ കുത്തിയാണോ ദേ നടന്നത്? പെണ്ണെ, എന്നോട് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ കിറിക്കുട്ടി ഞാൻ കുത്തി തരും. എന്നെ കുത്തിയാ ഞാൻ കുത്തി തരും. ഈ പെണ്ണെന്റെ ഒന്ന് മേടിച്ചടങ്ങത്തോളൂ. എന്റെ കുട്ടിമണി, നീ ഒന്ന് വായടക്ക്. നാത്തു വന്നേ, ഞാൻ കാപ്പി ഇട്ട് തരാം. വാ നാത്തൂനെ. കൊല്ലൂലാത്ത പക്ഷമ്മ പാമ്പ് കുത്തത്തില്ല. എന്നെ അന്ന് പഠിച്ച പാമ്പ് അപ്പച്ചമ്മ കൊത്തു. സത്യം കുട്ടു, മനസ്സിൽ പോയിട്ട് വരാം. ഒന്നും ആരോടും പറയല്ലേ. അറിയാലോ, പോലീസ് വരും, മനസ്സിനെ തല്ലി കൊല്ലും. എന്റെ മനുഷ്യനെ തല്ലുന്നത് എനിക്ക് സഹിച്ചത്തില്ല. സങ്കടം വരും. ഞാനേ ആരോടൊന്നും പറയത്തില്ല കേട്ടോ. ശരി, ഞാൻ പോയിട്ട് വരാം. മനുഷ്യൻ ഇപ്പൊ എവിടെ പോവാ? ഒരിടത്ത് വരെ ഞാൻ വന്നിട്ട് പറയാമേ. മനുഷ്യനെ ഒരിടത്ത് പോവാ. പോയിട്ട് വന്നിട്ട് എവിടെയാന്ന് എന്നോട് പറയും. ഞാനത് പറയത്തില്ല. പറഞ്ഞാലേ പോലീസ് പിടിച്ചു. സീതാർത്തി മോളെ, എന്തായി? കാര്യങ്ങളൊക്കെ വെടിപ്പായി ചെയ്തില്ലേ? നേരത്തെ ഞാനത് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കലമോള് കുറച്ച് ദിവസം കഴിഞ്ഞേ വയലോരത്തേക്ക് വരത്തുള്ളൂ. ഇതും എന്നോട് പറഞ്ഞായിരുന്നു. നീ എന്തിനാ ഇത്ര അസ്വസ്ഥനാവുന്നത്? ഞാൻ പറഞ്ഞു വരട്ടെ. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നീ കലമോളെ ഫോണിൽ പോലും വിളിക്കണ്ട. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി. ശരി. സീതയെ കാണാതായത് സംബന്ധിച്ച് വയലോരം വീട്ടിലെ എല്ലാ നീക്കങ്ങളും നീ അപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. അറിയിക്കാം. അവിടെ ബഹളം തുടങ്ങിയോ? ഇല്ല. സീതടുത്ത് വന്നിട്ട് വീണ്ടും ബാലേട്ടന്റെ അടുത്തേക്കൊന്നും പറഞ്ഞു പോയെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നന്നായി. ഇനി ഈ കഥ എങ്ങനെ പോവെന്ന് ഞാനും എന്റെ മോളും തീരുമാനിക്കും. സീത ഈ ഭൂമിയിലില്ലെന്ന് ഉറപ്പാണല്ലോ? ഇല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഉണ്ടെങ്കിൽ അവളെ ഞാൻ തേടിപ്പിടിച്ച് തീർക്കും. എന്റെ കൊച്ചിന്റെ ജീവിതവും അവളുടെ സ്വസ്ഥതയും കളയാനായിട്ട് ഒരുത്തിയും ഈ ഭൂമിയിൽ വേണ്ട. ആ വെച്ചോ, കുറച്ച് രൂപയാണ് കലമോള് തന്നു വിട്ടതാ.
വേണ്ട. എടാ സീത നിന്റെ അടുത്ത് കടയിലല്ലായിരുന്നോ? എൻ്റെ അടുത്തോ? അവൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നു. ഞാനന്ന് ടൗണിൽ പോയതുകൊണ്ട് അവൾ അരമണിക്കൂർ കടയിരുന്നു. ഞാൻ വന്നപാടെ തിരിച്ചും പോന്നല്ലോ. വെച്ചോ, കുറച്ച് രൂപയാണ് കലമോള് തന്നു വിട്ടതാ. വേണ്ട. ഓ അതെന്താ, നീ വലിയ പണക്കാരനായോ? കാശിന് വേണ്ടി ഞാൻ ഒരുപാട് കൊള്ളരായ്മകൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഓഹോ. എന്നാലും ഈ മഹാഭാവത്തിന്റെ കൂലി എനിക്ക് വേണ്ട. എനിക്ക് ദൈവം മുകളിൽ തരും, ഞാനത് വാങ്ങിച്ചോളാം. അമ്മേ, അമ്മ ഇതാരെയും നോക്കുന്നത്? സീത എന്തിയേ? സീതയോ? ആ. അവൾ ഈ രാത്രി മുറ്റത്തിറങ്ങി നിൽക്കുവാണോ? അയ്യോ, അവള് കേറിപ്പോയോ മോനെ? അമ്മേ, അമ്മ എന്താ ഈ പറയുന്നത്? സീത എവിടെ പോയിന്നാ? അയ്യോ എടാ, സീത നിന്റെ അടുത്ത് കടയിലല്ലായിരുന്നോ? എൻ്റെ അടുത്തോ? അവൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നു. ഞാനന്ന് ടൗണിൽ പോയതുകൊണ്ട് അവൾ അരമണിക്കൂർ കടയിരുന്നു. ഞാൻ വന്നപാടെ തിരിച്ചും പോന്നല്ലോ. മോനെ, അയ്യോ എന്റെ പരുത്തിക്കാവിലമ്മേ. നാത്തൂനെ, എന്നതാ എന്നതാ ശാരദേ? സീത മോള് കടയിലില്ലെന്ന്. അയ്യോ ബാല, അത് പിന്നെ അവൾ എവിടെ പോയി? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സീത ഇവിടെ വന്നില്ലേ? മോനെ, ഞാനും നാത്തൂനും കൂടി വൈദ്യശാലയിൽ പോയേക്കുമായിരുന്നു. കുട്ടിമണിയും സിജനും ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് സീത മോള് തിരിച്ചു വന്നു. പിന്നെ നിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയെന്നാ സിജൻ പറഞ്ഞത്. അതെ, അങ്ങനെയാ മനുഷ്യൻ പറഞ്ഞ സത്യവാ. അവള് കടയിലൊന്നും വന്നില്ലെന്നേ. സ്വന്തം ജീവനേക്കാളേറെ ബാലൻ സ്നേഹിച്ചിരുന്നു സീതയെ. സ്നേഹത്തിന്റെ വിലയറിയാത്ത ഈ നാരീജന്മങ്ങൾക്കിടയിൽ നിന്നകന്ന സീതയുടെ ജീവിതത്തിന്റെ നീതി തേടി 3 മണി.